ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജു, നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. ഇന്ന് നമ്മൾ പെഡഗോജിയുടെ ലാംഗ്വേജ് സ്കിൽ എന്ന വിഭാഗമാണ് നമ്മൾ ഇവിടെ ചോദ്യത്തിലൂടെ പഠിക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നുള്ള ഈ 4 സ്കില്ലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. Using picture composition, storytelling and narrative writing mainly develop. പിക്ചർ കോമ്പോസിഷനും സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ തന്നെ നെറേറ്റീവ് റൈറ്റിങ്ങും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഏത് സ്കില്ലിനെയാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിക്ചർ കോമ്പോസിഷന്, സ്റ്റോറി ടെല്ലിംഗ്, നെറേറ്റീവ് റൈറ്റിംഗ്, ഇത് നമ്മളുടെ റീഡിംഗ് സ്കില്ലിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Introducing picture, books, read aloud session and storytelling games mainly help to. വീണ്ടും ചിത്രം, ബുക്കുകൾ, ഉച്ചത്തിലുള്ള വായന, കഥകൾ പറയുക എന്നുള്ളത് എന്ത് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്. കുട്ടികൾക്ക് വായനയിൽ ഇൻട്രസ്റ്റ് കൂടും. അടുത്ത, വിച്ച് സ്കിൽ ഡസ് സ്കിമ്മിങ് പ്രൈമർലി ഡെവലപ്പ്? സ്കിമ്മിങ്ങിലൂടെ നമ്മൾക്ക് ഏത് സ്കില്ലാണ് ഡെവലപ്പ് ആകുന്നത്? അതായത് സ്കിമ്മിങ്ങിലൂടെ നമുക്ക് ഡെവലപ്പ് ആകുന്നത് റീഡിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അടുത്ത്, വിച്ച് സ്റ്റെപ്പ് ബെസ്റ്റ് ഹെൽപ്പ് ഡെവലപ്പ് ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ് ഇൻ റീഡിംഗ്? കുട്ടികളുടെ വായനയിലുള്ള താല്പര്യം അത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? യൂസിങ് ടെക്സ്റ്റ് ബുക്ക് ആണോ, മെമ്മറൈസിങ് ആൽഫബറ്റ് ലെറ്റേഴ്സ് ആണോ, റൊട്ടേറ്റ് ലേണിംഗ് സ്റ്റോറീസ് ആണോ, അതോ യൂസിങ് ഇൻട്രസ്റ്റ് പ്രോസസ് ഓഫ് ടീച്ചിങ് റീഡിംഗ്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ 2 പഠിച്ച പോലെ രസകരമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് കുട്ടികളെ വായന അല്ലെങ്കിൽ റീഡിംഗ് പഠിപ്പിക്കുക. അടുത്ത്, ഗീത ലുക്സ് അറ്റ് ടൈറ്റിൽ, ഓതർ, ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് റീഡ് ക്വിക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ ഓഫ് ദ ബുക്ക്. വിച്ച് റീഡിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ്? ഗീത പെട്ടെന്ന് തന്നെ ടൈറ്റിലും ഓതറും ടേബിൾ ഓഫ് കണ്ടന്റും നോക്കുന്നു, പിന്നെ പെട്ടെന്ന് വായിക്കുന്നു, മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ. ഇത് ഏത് റീഡിംഗ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പറയുന്നതാണ് സ്കിമ്മിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ വേഗത്തിൽ, ന്യൂസ് പേപ്പറൊക്കെ സ്കിമ്മിങ് ആണ്. ചില ആൾക്കാർ ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കും വളരെ പെട്ടെന്ന്, അത് സ്കിമ്മിങ് ആണ്, മൊത്തത്തിലൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇപ്പോൾ ടെലിഫോൺ ഡയറക്ടറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുകൾ ഉണ്ടാവും. ആ പേരുകളിൽ ഇപ്പോൾ പി എന്നുള്ള ആൽഫബറ്റാണ് വെച്ചിട്ടാണ് പേരെങ്കിൽ ABCD P വരെയുള്ളത് എല്ലാം നമ്മൾ വേഗത്തിൽ പോയിട്ട് പിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് എന്ത്, സ്കാനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ അതെന്താ വരുന്നത്, സ്കിമ്മിങ് ആണ്. സോ സ്കാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെലിഫോൺ ഡയറക്ടറിയുടെ കാര്യം നോക്കാം, ടെലിഫോണിൻ്റെ നമ്പേഴ്സ്. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ. ഇൻ എ ലിസണിങ് ആക്ടിവിറ്റി, അടുത്ത ചോദ്യം, എ ലേണർ റിക്കഗ്നൈസസ് സൗണ്ട്, വേർഡ്, സെൻറ്റൻസ്. അതായത് സൗണ്ട്, പിന്നെ വേർഡ്സ്, പിന്നെ സെൻറ്റൻസ്. ഈ ഒരു മെത്തേഡിനെ എന്ത് പറയും? ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാ പരീക്ഷയ്ക്ക്. ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, ബോത്ത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്, നൈദർ അപ്രോച്ച്. എന്താണ് ഈ ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ച്? ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ബോട്ടം അപ്പ് അപ്രോച്ചാണ് പറയുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണർ സൗണ്ടിലൂടെ, സിലബിൾസിലൂടെ, പ്രൊനൗൺസിയേഷനിലൂടെ, പിന്നെ വേർഡ്സിലേക്ക് എത്തി, പിന്നെ സെൻറ്റൻസിലേക്ക് എത്തുന്നതിനെയാണ് എന്ത് പറയുക, ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സൗണ്ട് നോക്കി, വേർഡ്സ് നോക്കി, പിന്നെ സെൻറ്റൻസിലേക്ക് പോയി. അപ്പോൾ ഉത്തരം ഏതാണ്, ബോട്ടം അപ്പ് അപ്രോച്ച് എന്നാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മുമ്പുള്ള അറിവ് വെച്ചിട്ട്, നമ്മൾക്ക് പ്രയർ നോളേജ് വെച്ചിട്ട് നമ്മൾ പിന്നീടുള്ള കാര്യം ചെയ്യുന്നതിനെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്ത, എ ടീച്ചർ അസൈൻസ് ഡയറി റൈറ്റിംഗ് ഫോക്കസിങ് ഓൺ ഫീലിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ. ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു, അസൈൻസ് ഏൽപ്പിക്കുന്നു, ഡയറി റൈറ്റിംഗ് ആണ്. അതിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഫീലിംഗ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഇമാജിനേഷൻ. വിച്ച് റൈറ്റിംഗ് സ്കിൽ ഈസ് ടാർഗറ്റഡ്? ഇവിടെ ഏത് റൈറ്റിംഗ് സ്കില്ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സപ്പോർട്ട്സ് എ പ്രീ റീഡിംഗ് ആക്ടിവിറ്റി? പ്രീ റീഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയ്ക്ക് മുമ്പ്
കുട്ടികൾക്ക് കൊണ്ട് വായിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രീ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ബിഫോർ റീഡിംഗ് ആക്ടിവിറ്റി ഏതാണ്? പാരാഫ്രേസിംഗ് ടാസ്ക്. പാരാഫ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റോറി ടെല്ലിംഗ് ടാസ്ക്. യൂസിങ് എ പ്രഡിക്ഷൻ ടാസ്ക്. എന്താ പ്രഡിക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയാൻ പോകുന്ന കഥയെക്കുറിച്ചുള്ള ഒരു ആമുഖം നൽകൽ, അതാണ് പ്രഡിക്ഷൻ ടാസ്ക്. പിന്നെ പറയുന്നത് ആസ്കിങ് ലേണേഴ്സ് ടു സമ്മറൈസ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിലത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്യാൻ, അത് പോസ്റ്റാണ്. പിന്നെ ടീച്ചിങ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ എന്താ കൊടുക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സപ്പോർട്ട്സ് എ പ്രീ റീഡിംഗ് ആക്ടിവിറ്റി? റീഡിങ്ങിന്റെ മുമ്പ് ചെയ്യേണ്ടത് ഏതാ? ഒരു പ്രഡിക്ഷൻ ടാസ്ക് ആണ്. അതായത് ആ എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ളൊരു ആമുഖം നൽകൽ. അടുത്തത് ചിൽഡ്രൻസ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ ആർ ഡെവലപ്ഡ്. ഇതെങ്ങനെ ഡെവലപ്പ് ആവുന്ന? ലീനിയർ ഓർ ഐസൊലേറ്റഡ് പ്രോസസ്, നോട്ട് ഇൻ ലീനിയർ ഓർ ഐസൊലേറ്റഡ് പ്രോസസ്, പ്രൊഡക്റ്റീവ് സ്കിൽ ഫസ്റ്റ്, ദെൻ റിസപ്റ്റീവ് സ്കിൽ, ഓൺലി ആഫ്റ്റർ മാസ്റ്ററി ഓഫ് ആൽഫബറ്റ്. അതായത് കുട്ടികളുടെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഒരിക്കലും നോട്ട് ഇൻ ലീനിയർ ഓർ ഐസൊലേറ്റഡ് പ്രോസസ്. അതായത് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറിട്ട, ഒറ്റപ്പെട്ട, സെപ്പറേറ്റഡ്. ആ രീതിയിൽ ഒരിക്കലും ഈ 4 ഡെവലപ്പ് ചെയ്യില്ല. 4 ഡെവലപ്പ് ചെയ്യണമെച്ചാൽ നമ്മുടെ ചുറ്റും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ ലീനിയർ ഓർ ഐസൊലേറ്റഡ് എന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ കറക്റ്റ് ആൻസർ നോട്ട് ഇൻ ലീനിയർ ഓർ ഐസൊലേറ്റഡ് പ്രോസസ്. ഇനി ദ മൾട്ടിലിംഗ്വൽ നേച്ചർ ഓഫ് ഇന്ത്യൻ ക്ലാസ് റൂം. നമ്മുടെ ഇന്ത്യൻ ക്ലാസ് റൂമിൻ്റെ ഒരു പ്രകൃതം മസ്റ്റ് ബി യൂസ്ഡ്. ആ ക്ലാസ് റൂം എങ്ങനെയായിട്ട് ഉപയോഗിക്കണം? ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം? കുട്ടികൾക്ക് ആ ക്ലാസ് റൂമിലൂടെ എന്ത് കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറി ചൈൽഡ് ഫീൽസ് സെക്യൂർ ആൻഡ് ആക്സെപ്റ്റഡ് എന്നാണ്. എല്ലാ കുട്ടികൾക്കും പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ചുറ്റുപാടുണ്ടാകുന്ന രീതിയിൽ അവർ സെക്യൂർഡ് ആവണം, സേഫ് ആവണം. ഇതാണ് വരിക. ഇനി in which method is the student's native language used as the medium of instruction? നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഏത് മെത്തേഡിലാണ് സ്റ്റുഡൻറ്റിൻ്റെ നേറ്റീവ് ലാംഗ്വേജിനെ അടിസ്ഥാനമാക്കിയിട്ട് പഠിപ്പിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിനെ അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്നതാണ്. ഡയറക്റ്റ് മെത്തേഡും സ്ട്രക്ചറൽ അപ്രോച്ചും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലാണ്. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെ മൊത്തം, അതായത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, ആ രീതിയിലുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമുള്ളതാണ്. എന്നാൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് സ്റ്റുഡൻസിൻ്റെ നേറ്റീവ് ലാംഗ്വേജിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇൻറ്റൻസീവ് റീഡിംഗ് റെഫേഴ്സ് ടു. എന്താണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ? റീഡിംഗ് എ ടെക്സ്റ്റ് ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. അതാണ് ഇൻറ്റൻസീവ് റീഡിംഗ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ടുള്ള വായനയാണ്. ഇവിടെ ഇൻറ്റൻസീവ് റീഡിംഗ് എന്തിനാണ്? ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. എക്സാമിനേഷനൊക്കെ ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. ടു അസസ് റീഡിംഗ് എബിലിറ്റി അറ്റ് ദ പ്രൈമറി ലെവൽ, വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അതായത് പ്രൈമറി ലെവലിൽ നമ്മൾ പഠിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ ഏതാണ് ഏറ്റവും ഐഡൻറ്റിഫൈങ് ദ ആൽഫബറ്റ്, നോളേജ് ഓഫ് പങ്ക്ച്വേഷൻ മാർക്ക്, കോംപ്രിഹെൻഷൻ ഓഫ് ദ ടെസ്റ്റ്, ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. റീഡിംഗ് എബിലിറ്റി നമ്മൾക്ക് വരണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ഓഫ് ദ ആൽഫബറ്റ് ആണോ, നോളേജ് ഓഫ് ദ പങ്ക്ച്വേഷൻ മാർക്ക് ആണോ, കോംപ്രിഹെൻഷൻ ഓഫ് ദ ടെസ്റ്റ് ആണോ, ഫ്ലുവൻസി ഇൻ റീഡിംഗ് ആണോ? റീഡിംഗ് എബിലിറ്റി പ്രൈമറി ലെവലിൽ വരണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ടു ആക്സസ് റീഡിംഗ് എബിലിറ്റി അറ്റ് ദ പ്രൈമറി ലെവൽ, ചെറിയ ലെവലിൽ റീഡിംഗ് എബിലിറ്റി വരണമെങ്കിൽ നമ്മൾക്ക് എന്ത് വരണം? ഐഡൻറ്റിഫൈയിങ് ദി ആൽഫബറ്റ്. ആൽഫബറ്റിനെ മനസ്സിലാക്കിയാലേ റീഡിംഗ് ക്ലിയർ ആവൂ. ട്രാൻസാക്ഷണൽ ലിസ്ണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ലിസ്ണിംഗ് ഇൻ വിച്ച് ഇമ്പോർട്ടൻസ് ഈസ് ഗിവിംഗ് ടു കൺവേയിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രാൻസാക്ഷണൽ ലിസ്ണിംഗ്. അടുത്ത, ലാംഗ്വേജ് ടീച്ചർ ബിഗിൻ ഹെർ ക്ലാസ് ബൈ ഗിവിംഗ് സിറ്റുവേഷൻ, പോസിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് ഷെയറിംഗ് എക്സ്പീരിയൻസ്. അതായത് ഒരു ടീച്ചർ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു സിറ്റുവേഷൻ നൽകുന്നു, പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? പ്രീ റീഡിംഗ് ടാസ്ക് ആണോ, വൈൽ റീഡിംഗ് ടാസ്ക് ആണോ, ഓൺ ഗോയിങ് ടാസ്ക് ആണോ, പോസ്റ്റ് റീഡിംഗ് ടാസ്ക് ആണോ? ക്ലാസ് തുടങ്ങുമ്പോൾ സിറ്റുവേഷൻസ് നൽകുക,
പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഷെയർ എക്സ്പീരിയൻസ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഏത് ഐഡിയയിലാണ്? പോസ്റ്റ് ട്രെയിനിങ് ആണോ, പ്രീ ട്രെയിനിങ് ആണോ, വൈലാണോ, ഓൺ ഗോയിങ് ആണോ? അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ ചെയ്യുന്നത് ക്ലാസ് തുടങ്ങുമ്പോൾ ബിഗിൻസ് എന്നാണ് പറയുന്നത്. ബിഗിൻസർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രീ റീഡിംഗ് ആണ്. ടീച്ചിങ് എ നോവൽ ഈസ് ടു പ്രൊമോട്ട് റീഡിംഗ് ഫോർ പ്ലഷർ, റീഡിംഗ് ഫോർ ഡീറ്റെയിൽസ്, റീഡിംഗ് ടു ബിക്കം എ റൈറ്റർ, റീഡിംഗ് ടു ലേൺ വൊക്കാബുലറി. ഒരു നോവൽ കൊടുക്കുന്നത് എന്തിനാണ്? നോവൽ നമ്മൾ ടീച്ച് ചെയ്യുന്നത് റീഡിംഗ് ഫോർ പ്ലഷറാണ്. പിന്നെ an activity involve listening to a text, taking notes and reconstructing the text. അതായത് ഒരു ടെക്സ്റ്റിനെ ലിസൺ ചെയ്ത് നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിക്റ്റോഗ്ലോസ് എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ലാംഗ്വേജ് സ്കില്ലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം. താങ്ക് യു.